അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സുന്ദരമാസത്തിന് ഷഹ്റുൽ മുവാസാത്ത് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശുദ്ധ റമളാനിന് വിവിധ നാമങ്ങളുണ്ടെങ്കിലും അതിലൊന്ന് മുവാസാത്തിൻ്റെ മാസം എന്നാണ്. പാരസ്പര്യത്തിൻ്റെ, പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും സാന്ത്വനം നൽകുകയും ചെയ്യുക എന്നതാണ് മുവാസാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നു, കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൈയഴിച്ച് സ്വതക്ക നൽകുന്ന ആളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ അനിവാര്യ ഘട്ടങ്ങളിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ, ശക്തമായ കാറ്റടിച്ചു വീശുമ്പോൾ എന്തൊക്കെ പാറിപ്പറക്കുമോ അതുപോലെ സമ്പത്ത് കൈയഴിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ സഹായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം സ്വതക്കയാണല്ലോ, പണം കൊടുത്ത് സഹായിക്കലാണല്ലോ. സക്കാത്തിൻ്റെ മാത്രം മാസമല്ല വിശുദ്ധ റമളാൻ. അല്ലെങ്കിലും സക്കാത്ത് നിർബന്ധ ദാനമാണ്, അതിന് റമളാനാവണം എന്നില്ല. റമളാനിൽ കൊടുക്കുന്നതിനെന്തും കൂടുതൽ പ്രതിഫലമുള്ളതുകൊണ്ട് സക്കാത്ത് നൽകാൻ റമളാൻ ചിലർ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. ഒരു വർഷം തികയുമ്പോൾ നിശ്ചിത സമ്പത്തിൻ്റെ, കൃഷിയുടെ, അതുപോലെയുള്ള വസ്തുക്കളുടെ നിർബന്ധ ദാനമാണ് സക്കാത്ത്. അതൊരു വർഷം തികയുമ്പോൾ നൽകണം. അതിന് ഇന്ന കാലത്ത് എന്നില്ല. അത് ഓരോരുത്തരും വ്യക്തിഗത ദാനമായി നൽകേണ്ട നിർബന്ധ ബാധ്യതയാണ്. അത് അർഹർക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ അനിവാര്യവുമാണ്. ഏതെങ്കിലും കമ്മിറ്റിയെയോ ഗ്രൂപ്പിനെയോ ടീമിനെയോ ഏൽപ്പിച്ച് ആ ബാധ്യത കൈയൊഴിയാൻ സാധ്യമല്ല. പറഞ്ഞു വരുന്നത്, സഹായമെന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, അത് വേണം. അതിനേക്കാൾ ഒരു പക്ഷേ നമുക്ക് നൽകേണ്ടി വരുന്നത് സഹായം മാനസികവും സാമൂഹികവും ആയ സഹായങ്ങളാണ്. ഒരു വാക്കുകൊണ്ട് സഹായിക്കാനുണ്ടാകും, ഒരു നോട്ടം കൊണ്ട് സഹായിക്കാനുണ്ടാകും, ഒരു കുടുംബത്തെ സഹായിക്കാനുണ്ടാകും. വിവിധങ്ങളായ പരസ്പര സഹായവും സാന്ത്വനവും അതാണ് മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാകരുത്. മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കണം എൻ്റെ സാന്നിധ്യം. ഇങ്ങനെയാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകൾക്കാണ് ആരാധനകൾ കൊണ്ട് ഫലമുള്ളൂ. അതുകൊണ്ടാണ് സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യർ, അയൽവക്കക്കാർ, കൂട്ടുകാർ, തൊട്ടടുത്തുള്ളവർ, തബസ്സുമുഖ ഫീ വജ്ഹി അഖീക സ്വദഖ, നിൻ്റെ കൂട്ടുകാരൻ്റെ, നിൻ്റെ കൂട്ടുകാരിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ്. പണം കൊടുക്കണമെന്നില്ല. പുഞ്ചിരിക്കുമ്പോൾ അവിടെ പൊട്ടിച്ചിരിക്കാനോ അല്ലെങ്കിൽ അട്ടഹസിക്കാനോ അല്ല പറഞ്ഞത്. പുഞ്ചിരി ഒരു നല്ല കാണാൻ രസമുള്ള കാഴ്ചയാണ്. അത് കൂട്ടുകാരൻ്റെ കാഴ്ചയ്ക്കത് സന്തോഷം പകരുമെന്നതിനാലാണ് മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. കണ്ടോ, അതിന് നമുക്കൊരു ചെലവുമില്ല. ഇങ്ങനെ പുഞ്ചിരിക്കുന്നതിൽ നമുക്കെന്താ പ്രശ്നമുള്ളത്? എല്ലാവരെയും സന്തോഷത്തോടെ കാണുമ്പോൾ നമുക്ക് പുഞ്ചിരി വിരിയും. അതൊരാരാധനയായാണ് ഇസ്ലാം കാണുന്നത്. അങ്ങനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകരണം. ഒരു തരത്തിലും തൻ്റെ വാക്കോ പ്രവൃത്തിയോ ഇടപഴകലോ മറ്റുള്ളവർക്ക് ആലോസരമായി ദുഃഖമുള്ളതായി വരാൻ പാടില്ല. ഇത് ഇസ്ലാം വളരെ കർശനമായി കീപ്പ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. അതുകൊണ്ടാണ് സുഗന്ധം പൂശുന്നത് സുന്നത്തായി. പബ്ലിക്കിലേക്ക് പോകുമ്പോൾ സുഗന്ധം എടുത്തണിയുന്നത്, അത്തർ പുരട്ടുന്നത് സുന്നത്താണെന്ന്, ആരാധനയാണെന്ന്, പുണ്യമുള്ളതാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിസരത്തുള്ളവരുടെ നാസാരന്ധ്രങ്ങൾക്ക് അത് നല്ല ഗന്ധം പകരും, സന്തോഷം പകരുമല്ലോ. അപ്പോൾ ആ സന്തോഷം മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം നിറക്കലാണ്
ഏറ്റവും വലിയ ആരാധന എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അയ്യുൽ അഅ്മാലി അഫ്ളൽ. നോക്കൂ നിങ്ങൾ, അപ്പോൾ മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്നത് ആരാധനയായി പ്രവാചകർ പഠിപ്പിക്കുന്നു. മറ്റൊരാൾക്ക് പ്രയാസമുള്ള ഒന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കുന്നു. വഴിയിൽ കാണുന്ന മുള്ളോ തടസ്സമോ എടുത്തു മാറ്റുന്നത് തൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രബല ഘടകമാണ്. ഒരു സ്റ്റെപ്പായി മുത്തുനബി പറഞ്ഞു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ ഉള്ളി കഴിച്ച് സമൂഹ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് തെറ്റാണ്, വെറുക്കപ്പെട്ടതാണ്, കറാഹത്തായി ഇസ്ലാം പഠിപ്പിക്കുക. കാരണം എന്താ? തനിക്കത് വലിയ പ്രയാസം സൃഷ്ടിക്കൂലെങ്കിലും തൻ്റെ പരിസരത്തുള്ളവർക്ക് ആ ദുർഗന്ധം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ. അപ്പം തങ്ങളുടെ ഒരു ചലനവും മറ്റുള്ളവർക്കൊരു പ്രയാസവും ദുഃഖവും ഉണ്ടാക്കരുത്. ചിന്തയിലോ കാഴ്ചയിലോ ഇടപെടലിലോ ഒരിക്കലും ഒരു പ്രയാസവും വരുത്താത്തവനായി മുസ്ലിം മാറണം എന്ന നിർബന്ധ ബുദ്ധിയാണ്. അത് നോമ്പിലും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഗുണം ചെയ്തില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു യതീമായ കുട്ടിയുടെ മുന്നിൽ വെച്ച്, ഉപ്പയില്ലാത്ത കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് നിൻ്റെ മക്കളെ നീ താലോലിക്കരുത്, സ്നേഹവായ്പകൾ പ്രകടിപ്പിക്കരുത്. കാരണം അങ്ങനെ ചെയ്യാൻ ഒരു സന്തോഷം പിതാവിൽ നിന്ന് ലഭിക്കാൻ എനിക്ക് ഒരാളില്ലാതെ പോയല്ലോ എന്നൊരു സങ്കടം പോലും ആ കുട്ടിയുടെ മനസ്സിൽ അങ്കുരിക്കരുത്. എന്താണ് അതിൻ്റെ താല്പര്യം? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് സമ്മാനങ്ങൾ അനുയായികൾ കൊണ്ടുകൊടുക്കും. ഒരിക്കലൊരു പാവപ്പെട്ട അനുയായി ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി നൽകുകയാണ്. ആ ഗിഫ്റ്റിൽ അല്പം മുന്തിരിയാണ്. മുന്തിരി കഴിക്കാൻ തുടങ്ങി പ്രവാചകർ. സാധാരണ എന്ത് കിട്ടിയാലും അല്പം ഒന്ന് താൻ ഉപയോഗിച്ചിട്ട് ബാക്കി തൻ്റെ അനുചരന്മാർക്ക് കൊടുക്കും. എന്നാൽ ഈ മുന്തിരി തുടങ്ങി വീണ്ടും വീണ്ടും കഴിച്ച് അത് തീരും വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഭക്ഷിക്കുകയാണ്. ഒന്നും മറ്റാർക്കും കൊടുത്തില്ല. സാധാരണക്ക് വിപരീതമായ ഈ സംഭവം അനുയായികൾക്ക് ഒരു സംശയമുണ്ടാക്കി. സ്വഹാബികൾ ചിലർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, ഇങ്ങനെയല്ലല്ലോ സാധാരണ സംഭവിക്കാറ്. മുത്തുനബിക്ക് അവരുടെ ചോദ്യത്തിൻ്റെ സാങ്കത്യം മനസ്സിലായി. ശരി, ഞാൻ പറയാം. ആ കൂട്ടുകാരൻ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് തന്ന ആ മുന്തിരി ഞാൻ ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പുളിപ്പ് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ പുളിപ്പ് കാരണമുള്ള നീരസം ഞാൻ പ്രകടിപ്പിച്ചാൽ ആ കൂട്ടുകാരൻ്റെ മനസ്സിൽ അതൊരു പ്രയാസമാവില്ലേ? മാത്രമല്ല, ആ പുളിക്കുന്ന മുന്തിരി നിങ്ങൾക്ക് ഞാൻ വീതം വെച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും കഴിച്ചതിന് ശേഷം ഓഹ് പുളിയുള്ള മുന്തിരി എന്ന് പ്രതികരിച്ചെങ്കിൽ അത് ആ കൂട്ടുകാരന് താങ്ങാനാവുന്നതിലപ്പുറമാകും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകർ. ഒരു വാക്കുകൊണ്ട്, ഒരു പ്രതികരണം കൊണ്ട് ഒരാളെയും മനസ്സിന് മുറിവേൽപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകർ കൂട്ടിയിണക്കേണ്ട സഹവാസവും പാരസ്പര്യവും സഹായവും നൽകേണ്ട ഏറ്റവും അടുത്ത വിഭാഗമായി പരിചയപ്പെടുത്തുന്നത് അയൽവാസികളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഉടയവനായ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു എങ്കിൽ, അഥവാ പരമപ്രധാനമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ ഫൽയുക്രിം വൈഫോ, നിർബന്ധമായും അതിഥികളെ സൽക്കരിക്കണം. വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി അതിഥികളെ സൽക്കരിച്ചു കൊള്ളണം. കൂട്ടത്തിൽ തൻ്റെ അയൽവാസികളെ സഹായിക്കണം. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അയൽവാസികളെ സഹായിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. സ്വഹാബികളിൽപ്പെട്ട അബൂ ശുറൈഹ് അൽ അദവി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ നേത്രങ്ങൾ കൊണ്ട് ഞാൻ മുത്തുനബിയെ കണ്ടിട്ടുണ്ട് പറയുന്നതായിട്ട്, കർണപുടങ്ങൾ കൊണ്ട് നേരിട്ട് കേട്ടിട്ടുമുണ്ട്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ. ചോദിക്കപ്പെട്ടു, എങ്ങനെയാണത്? എന്തൊക്കെയാണ് അയൽവാസിയുടെ അവകാശങ്ങൾ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അയാൾ വല്ല സഹായം ചോദിച്ചാൽ അത് നൽകണം, കടം ചോദിച്ചു വന്നാൽ സഹായിക്കണം, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം, രോഗം വന്നാൽ ഒന്നുപോയി സന്ദർശിച്ച്
വേണ്ട ഒത്താശകൾ ചെയ്യണം. മരണപ്പെട്ടാൽ കൂടെ നിന്ന് ആ മയ്യത്തിനെ കബറടക്കുന്നത് വരെ മയ്യത്തിൻ്റെ കൂടെ എല്ലാ സംസ്കരണ പ്രവൃത്തിയിലും ഉണ്ടാകണം. അതുപോലെ ഫ്രൂട്ടുകൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് അയൽവക്കക്കാരന് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തൻ്റെ മക്കളോടത് പുറത്തു കൊണ്ടുപോയി അയൽക്കാരന് പ്രദർശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് അയൽപ്പക്കാരൻ്റെ മക്കൾ കണ്ടിട്ട് വിഷമമുണ്ടാകരുത്. നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ ചട്ടിയിൽ അയൽക്കാരനും കൂടെ കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആ ചട്ടിയിലെ ഭക്ഷണത്തിൻ്റെ ഗന്ധം അയൽക്കാരനിലേക്കെത്തി അവന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നുപോലും വളരെ കൃത്യമായ നിയമങ്ങളാണ് തൻ്റെ അയൽക്കാരുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ, പാരസ്പര്യത്തിൻ്റെ പേരിൽ മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര കൃത്യമാണ് നോക്കൂ നിങ്ങൾ. ചില്ലറ പ്രശ്നങ്ങളുടെ പേരിലല്ലേ, ഒരു നോട്ടം പിഴച്ചതിൻ്റെ പേരിൽ, ചില കാര്യങ്ങൾ തന്നോട് പറയാൻ വിട്ടുപോയതിൻ്റെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം മിണ്ടാതെ പരസ്പരം ഒന്നും കൊടുക്കാതെ വാങ്ങാതെ അന്യരെപ്പോലെ കഴിയുന്ന അയൽപ്പക്കം നമുക്കുണ്ടാകരുത്. അയൽപ്പക്കക്കാരെ പെരുമാറേണ്ട വിധം പ്രവാചകർ പറഞ്ഞു നിർത്തുമ്പോൾ സ്വന്തം വീട്ടിലുള്ളവരോട് എങ്ങനെയൊക്കെ പെരുമാറണമോ അതുപോലെയും അല്ല. സ്വഹാബത്ത് പറയുന്നു, തങ്ങളുടെ മരണശേഷം സമ്പത്തിലും അവർക്ക് അവകാശമുണ്ടാകുമോ എന്നുപോലും നമ്മൾ ചിന്തിച്ചു പോയി. അയൽപ്പക്ക ബന്ധത്തിൻ്റെ വ്യാപൃതിയും വൈപുല്യവും പ്രവാചകർ പഠിപ്പിച്ചു തരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിധത്തിൽ ചുറ്റിലും പരിമളം പരത്തി സന്തോഷം പകർന്നുകൊണ്ട് സ്വഭാവം നന്നാക്കി ജീവിക്കാൻ ഈ വിശുദ്ധ റമളാൻ നമുക്ക് നല്ലൊരു അവസരമാകണം. ഇത്ര സുന്ദരമായി അയൽവാസി ബന്ധം പഠിപ്പിച്ച മറ്റൊരു മതവും നിയമവും നമുക്ക് കാണാൻ കഴിയില്ല. എത്രത്തോളം നീ നിൻ്റെ കെട്ടിടം ഉയർത്തുമ്പോൾ തൊട്ടപ്പുറത്തുള്ള നിൻ്റെ കൂട്ടുകാരൻ്റെ വീടിന് ആ വീട്ടിലേക്ക് കാറ്റ് തടയപ്പെടുന്ന രൂപത്തിൽ, വെളിച്ചം വരാതെയാകുന്ന രൂപത്തിൽ കെട്ടിടം പൊക്കരുത്. നിൻ്റെ വീടോ കെട്ടിടമോ പൊക്കുമ്പോൾ അയൽവാസിയോട് സമ്മതം വാങ്ങണം എന്നും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാം, പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതൊരു വലിയ ആരാധനയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ മലക്കുകളാണത്രേ അതിന് ആമീൻ പറയുക. അതെന്തായാലും സ്വീകരിക്കപ്പെടും. പുഞ്ചിരി കൊണ്ടും നല്ല വാക്കുകൊണ്ടും രോഗിയാകുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചും, വേണ്ടി വന്നാൽ സമ്പത്ത് സ്വന്തം നൽകാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സംഘടിപ്പിച്ചും, അതാണല്ലോ സാന്ത്വന പ്രവർത്തനങ്ങൾ. ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ, രോഗി പരിചരണം, ആരോരുമില്ലാത്തവരെ എടുത്തുകൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ പാരസ്പര്യത്തിൻ്റെ മുഖങ്ങൾ വിസ്തൃതമാണ്. അതിലേറ്റവും കടപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ് അയൽവാസി ബന്ധം. അള്ളാഹു അതിന് തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.